ഇല്ലായ്മയിലും മറ്റുള്ളവരെ കരുതുവാൻ നിങ്ങൾക്ക് കഴിയാറുണ്ടോ? ഒരിക്കൽ ഒരു തിരക്കുള്ള ഐസ്ക്രീം പാർലറിലേക്ക് 10 വയസ്സുള്ള ഒരു ആൺകുട്ടി കയറി ചെന്നു. ഉള്ളിൽ കയറിയതും അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഏതാനും നാണയത്തുട്ടുകൾ എടുത്ത് എണ്ണി നോക്കാൻ തുടങ്ങി. അതിനുശേഷം അവൻ പതുക്കെ അവിടെ കണ്ട ഒരു ടേബിളിലിരുന്നു. ഉടൻ തന്നെ ഒരു വെയിറ്റ്രസ് ഒരു ഗ്ലാസ് വെള്ളം അവൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. അവൻ വെയിറ്റ്രസിനോട് ചോദിച്ചു, ഒരു ഐസ്ക്രീം സൺഡേക്ക് എന്ത് വിലയാകും? 50 സെൻറ്റ്. അവർ ഉത്തരം പറഞ്ഞു. ഇത് കേട്ട കുട്ടി വീണ്ടും തൻ്റെ കയ്യിലുള്ള നാണയത്തുട്ടുകൾ എണ്ണി എണ്ണി നോക്കാൻ തുടങ്ങി. എന്നിട്ട് അവൻ വീണ്ടും ചോദിച്ചു, പ്ലെയിൻ ക്രീമിന് എന്ത് വിലയാകും? വെയിറ്റ്രസ് പറഞ്ഞു, 35 സെൻറ്റ്. ടേബിളിന് വേണ്ടി ഒരുപാട് പേരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ട വെയിറ്റ്രസ് അപ്രത്യക്ഷമായി. ആ കുട്ടി പറഞ്ഞു, എനിക്കൊരു പ്ലെയിൻ ഐസ്ക്രീം മതി. ഇത് കേട്ട വെയിറ്റ്രസ് പോയി ഐസ്ക്രീം എടുത്തുകൊണ്ട് വന്നു. അതോടൊപ്പം തന്നെ ബില്ലും മേശയിൽ വെച്ചിട്ട് പോയി. ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞ കുട്ടി ക്യാഷ് കൗണ്ടറിൽ പോയി ബില്ലടച്ച ശേഷം പുറത്തേക്ക് പോയി. ടേബിൾ ക്ലീൻ ചെയ്യാൻ വന്ന വെയിറ്റ്രസ് കണ്ട കാഴ്ച ഒരു ഒഴിഞ്ഞ ഐസ്ക്രീം ബൗളും അതിന് താഴെയായി വെച്ചിരിക്കുന്ന അവളുടെ ടിപ്പായ 15 സെൻറ്റുമാണ്. അവൾക്കുണ്ടായ സങ്കടം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. തൻ്റെ ഇല്ലായ്മയിലും ചെയ്യേണ്ട കടമകളെ കുറിച്ചോർത്ത കൊച്ചുകുട്ടിയുടെ മനസ്സ് നിങ്ങൾക്കുണ്ടോ? പലപ്പോഴും നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് വലിയ റിസോഴ്സുകളൊന്നും ഇല്ലല്ലോ എന്ന്. പലപ്പോഴും നമുക്ക് വലിയ റിസോഴ്സിൻ്റെ ഒരു ആവശ്യവുമില്ല മറ്റൊരാളെ സഹായിക്കുന്നതിനായി. ചിലപ്പോൾ നമ്മളുടെ ഒരു സ്വാന്തന വാക്കാവാം, നമ്മളുടെ ഒരു സാമീപ്യമാകാം. അതുകൊണ്ട് നമ്മളുടെ ഇല്ലായ്മകളിലും മറ്റുള്ളവരെ നമുക്ക് കരുതാനായി ശ്രമിക്കാം. താങ്ക് യു.